Hello everyone. Yeah, welcome to IELTS Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട PYQs. ഈ ഒരു രീതിയിലാണ് 4 സെക്ഷൻ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഡെയിലി പേപ്പർ വണ്ണിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ടുള്ള 5 MCQ ടെസ്റ്റുകൾ, അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ ഐ ആം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. സോ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, so I'll start with the definition. Okay. Verbal communication means sharing information using words. Okay. നമ്മളൊരു ഇൻഫോർമേഷൻ നമുക്ക് പ്രധാനമായിട്ട് ഒരു ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ പറയുന്ന വാക്കുകളിലൂടെ, ഒന്നെന്താണ് നോൺ വെർബൽ ആക്ഷൻസിലൂടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ ഓക്കെ ആണെന്നും പറയാം, എനിക്ക് എന്ത് പറയാം, ഇങ്ങനെയും പറയാം. റൈറ്റ്. അപ്പൊ എന്താണ്, വാക്കുകളിലൂടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുമ്പോൾ അതാണ് എന്ത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് എങ്ങനെയൊക്കെ ആവാം, എയ്തർ സ്പോക്കൺ ഓർ റിട്ടൺ, അല്ലെ? നമുക്കത് നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാം, അതുപോലെ നമുക്ക് എന്താണ്, എഴുതിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ ഇൻഫോർമേഷൻ, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഐഡിയ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്, ഒന്നിക്ക സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഷെയറിംഗ് ഇൻഫോർമേഷൻ യൂസിങ് വേർഡ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് രണ്ട് തരത്തിലാണ്. സ്പോക്കൺ ആണ്. സ്പോക്കൺ എന്തൊക്കെയാണ് വരുന്നത്, ടോക്കിംഗ്, നമ്മൾ നോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ എന്താണ്, ലെക്ചേഴ്സ്, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് ലെക്ചറിങ് ആണ്, റൈറ്റ്. പിന്നെ എന്താണ്, ഫോൺ കോൾ. ഫോൺ കോൾ വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകളോട് സംസാരിക്കുമ്പം ഒരു സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫോർമേഷൻ നമ്മൾ എന്താണ്, ആളുകളിലോട്ട് ഷെയർ ചെയ്യാണ്, റൈറ്റ്. പിന്നെ എന്താണ്, റിട്ടേൺ. എങ്ങനെയൊക്കെയാണ് നമ്മൾ റിട്ടേൺ പാസ് ചെയ്യുക, ഇമെയിൽ ത്രൂ നമ്മൾ പാസ് ചെയ്യും, മെസ്സേജ് വഴി, ബുക്സ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻഫോർമേഷൻ അഥവാ നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഷെയർ ചെയ്യാൻ പറ്റും. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾ അബൌട്ട് ഷെയറിംഗ് ഇൻഫോർമേഷൻ യൂസിങ് വേർഡ്സ് വിച്ച് വിൽ ബി ഇൻ ദി സ്പോക്കൺ ഓർ ദി റിട്ടൺ ഫോർമാറ്റ്. അണ്ടർസ്റ്റുഡ്? ഇതാണ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിന്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്, വെൻ ക്ലിയർ എക്സ്പ്ലനേഷൻ ഈസ് നീഡഡ്, വെൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഈസ് റിക്വയർഡ്, വെൻ ഇമോഷൻസ് ഓർ ടോൺ മാറ്റർ. നമ്മൾ എപ്പോഴൊക്കെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യുക? ഒന്ന്, ക്ലിയർ എക്സ്പ്ലനേഷൻ വേണ്ടുന്ന സമയത്ത്. ഇപ്പൊ നമ്മൾ ഓക്കെ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ കിട്ടുന്നല്ലേ. അതേ സമയത്ത് ഓക്കെ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് അതെ ഞാൻ ഓക്കെ ആണ്, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, പിന്നെ ഇന്നത്തെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അത് ഈ രീതിയിലൊക്കെ നമ്മൾ സോൾവ് ചെയ്തു. അവിടെ എന്താണ്, ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ തരികയാണല്ലോ. ഞാൻ ഹാപ്പി ആണ് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ തരികയാണ്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഫസ്റ്റ്, ക്ലിയർ എക്സ്പ്ലനേഷൻ വേണ്ടുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ വെൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഈസ് റിക്വയർഡ്. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു റെസ്പോൺസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഓക്കെ, പിന്നെ എന്താണ്, വെൻ ഇമോഷൻസ് ഓർ ടോൺ മാറ്റർ. നമ്മുടെ ഇമോഷൻസ് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോണും, നമ്മളിപ്പോ ടോൺ എന്ന് പറയില്ല, നമ്മൾ ചില ടോൺ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലും അവരെ സംസാരത്തിൽ നമുക്കത് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് ആക്ഷനിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എന്തോ പ്രശ്നമുണ്ട് എന്നോട്, റൈറ്റ്. അപ്പൊ ആ ഇമോഷൻസും ടോണൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസീസ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പോയിന്റ്സ് ഒന്നും അല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഫൈൻ. പിന്നെന്താണ് നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ, റൈറ്റ്. ഇറ്റ് ഈസ് വെരി ഹൈലി ഫ്ലെക്സിബിൾ ബിക്കോസ് ദ സ്പീക്കർ ഓർ റൈറ്റർ ക്യാൻ ചേഞ്ച് വേർഡ്സ്, ടോൺ ഓർ എക്സ്പ്ലനേഷൻ ഇൻസ്റ്റന്റ്ലി ബേസ്ഡ് ഓൺ ദി സിറ്റുവേഷൻ, അല്ലെ? നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ്, ആ സംസാരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആ വേർഡ്സുകളും ടോണുകളും എക്സ്പ്ലനേഷനും മാറ്റാനുള്ള ഒരു വലിയൊരു ഫ്ലെക്സിബിലിറ്റി പറയുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നോൺ വെർബലിൽ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഓക്കെ ആണെന്ന് പറയാൻ എനിക്ക് ചിലപ്പം ഈ ഒരു തംസപ്പ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഓക്കെ ആണെന്ന് പറയാൻ എനിക്ക് പല രീതികളുണ്ട്, പല ടോണുകൾ, പല വേർഡ്സുകൾ യൂസ് ചെയ്യാം, പല എക്സ്പ്ലനേഷൻസ് പറയാം. ഓക്കെ, അങ്ങനെ ഒരുപാട് ബഞ്ച് ഓഫ് കാര്യങ്ങൾ. അപ്പം
വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണെന്ന് പറയുമ്പോൾ ആ ആ അത് യൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആളിലേക്ക് ഐഡിയാസ് പാസ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. ഓക്കെ, വേറെ സംശയങ്ങൾ കാര്യമൊന്നുമില്ലല്ലോ? യാ, ഫൈൻ. ഇനി വരുന്നതാണ് എന്ത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെർബലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? മീൻസ് കൺവേയിങ് ദ മെസ്സേജ് വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. നമ്മളിവിടെ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. ത്രൂ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് പാസ് ചെയ്യുന്നത്? വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. ഫൈൻ. ദെൻ ഹൗ യു ആർ പാസിംഗ് ദി ഇൻഫർമേഷൻ, ഹൗ യു ആർ പാസിംഗ് ദി ഇമോഷൻ? ത്രൂ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് വഴി. നമുക്കിപ്പം ഒരു വ്യക്തി നെർവസ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? ചിലപ്പോൾ അയാൾ നെയിൽ ബൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പം പിന്നെ ഈ കാലിങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, എക്സൈറ്റ്മെന്റ് ആണ് അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഭയങ്കര ഹാപ്പി ആയിരിക്കും പുള്ളിക്കാരൻ, ഭയങ്കര ചീർഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ആള് പിന്നെ ഓക്കെ ആണ്, ആള് ഒന്ന് ഹാപ്പി ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആള് മെന്റലി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യമാണെന്നുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തും. റൈറ്റ്? അപ്പൊ അത് നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫൈൻ. പിന്നെ എന്താണ് ഫേഷ്യൽ എക്സ്പ്രഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ പേരൻസ് അല്ലെ, ഒന്നിങ്ങനെ ഈ ഗസ്റ്റിന്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ അല്ലെ, നമ്മളെ പേരൻസ് ഹാപ്പി അല്ല നമുക്ക് വേഗം മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു മുഖം നമുക്ക് മനസ്സിലാവും ആള് ഫുൾ ചൂടിലാണ്. മുഖത്ത് ഇങ്ങനെ മുഖിനെ ചക്ക പോലെ, നമ്മൾ ചക്ക പോലാക്കിയെന്ന് പറയും. സോറി സോറി ഫോർ യൂസിങ് ദാറ്റ് വേർഡ്സ്, ബട്ട് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് പറയും മുഖം ചക്ക പോലാക്കിയതൊക്കെ പറയും. റൈറ്റ്? അപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വഴിയൊക്കെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? നമുക്ക് ആ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും ആൾക്ക് ഞാൻ എന്തോ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മനസ്സിലാവും. റൈറ്റ്? പിന്നെ ഗസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഇപ്പം ഈ നമ്മളെ ഈ ബോഡിയുടെ ഒരു പൊസിഷനിങ് ഉണ്ടല്ലോ. ഈ നമ്മളിപ്പം ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ വളഞ്ഞിരുന്ന് കാര്യം പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഗസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഓക്കെ, നമ്മളെ ഈ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് കോർപ്പറേറ്റ് വേൾഡിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ബിസിനസിന്റെ ഫൗണ്ടർ ആണ്. അപ്പൊ നമ്മൾ വേറെ ഒഫീഷ്യൽസിനെ കാണുന്ന സമയത്തൊക്കെ നമ്മുടെ ഗസ്റ്റർ ഭയങ്കര ഡൂ മാറ്റർ ആണ്. നമ്മളിങ്ങനെ ഒരു അയഞ്ഞു കുഴഞ്ഞു നിൽക്കുന്ന പോലെ നമ്മൾ സ്റ്റഡി ആയി നിന്ന്, ഓക്കെ, എപ്പം ഹെഡ് എപ്പോഴും കുറച്ച് മുകളിലോട്ടായിരിക്കണം, കണ്ണെപ്പം സ്ട്രെയിറ്റ് ആയിരിക്കണം. ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഗസ്റ്ററും പോസ്റ്ററൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ഗസ്റ്റർ ആൻഡ് പോസ്റ്റർ. റൈറ്റ്? ആൻഡ് ഐ കോണ്ടാക്ട്. ഓക്കെ, കണ്ണ്, നമ്മുടെ ഐ കോണ്ടാക്ട് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഫാക്ടേഴ്സ്. ഇറ്റ് ഹെൽപ്സ് എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ബിയോണ്ട് സ്പോക്കൺ ഓർ റിട്ടൺ ലാംഗ്വേജ്. ഓക്കെ, എന്താണ് ഇവിടെ എന്ത് ചെയ്യാണ് നമ്മള് നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻസ് ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് എന്ത് ചെയ്യാണ് നമ്മളെ ഒരു റിട്ടേൺ ലാംഗ്വേജിന് പുറമെ സ്പോക്കൺ ഒരു നമ്മൾ സംസാരിക്കുന്നതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യാണ് ഈ പറയുന്ന നോൺ വെർബൽ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് ആളുകളിലോട്ട് പാസ് ചെയ്യാണ്. റൈറ്റ്? ഫൈൻ. പിന്നെ എന്താണ് അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. യാ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് suitable when emotions or feelings need to be shown, such in personal interaction, counseling or public speaking. Okay, ഇത് പൊതുവെ നമ്മൾ ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് പൊതുവെ എവിടെ നമ്മൾ യൂസ് ചെയ്യുക? പേഴ്സണൽ ഇന്ററാക്ഷൻ. നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മൾ പേഴ്സണൽ ആളോട് സംസാരിക്കുന്ന സമയത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഡു മാറ്റർ ആണ്. ആ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഞാൻ സംസാരിക്കുന്നത് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വരെ നമുക്ക് ആ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവും. പിന്നെന്താണ് കൗൺസിലിങ്ങിന്റെ സമയത്തൊക്കെ ഓക്കെ, നമ്മൾ ഈ തെറാപ്പി സെഷൻസ് അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലേക്ക് ഈ പറഞ്ഞ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മളൊരു പ്രയാസം പറയുന്ന സമയത്ത് അപ്പുറം നിൽക്കുന്ന ആൾ ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ട് ആ പുള്ളിക്കാരന്റെ ആക്ഷൻസ് ഒക്കെ ഭയങ്കര മാറ്റർ ആയിട്ട് ഒരു ഫാക്ടറാണ്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ തെറാപ്പിസ്റ്റിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? പിന്നെ അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു പൊളിറ്റീഷ്യൻസ് ഒക്കെ സംസാരിക്കുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഭയങ്കര എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് അവർ യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കമ്മ്യൂണിക്കേഷൻ ബെസ്റ്റ് ആയിട്ട് ചെയ്തൊരു ഒരു വലിയൊരു പിന്നെ ഫേമസ് വ്യക്തിയുണ്ട്. ആള് നെഗറ്റീവ്ലി ഫേമസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ ആ വ്യക്തിയുടെ പ്രൊപ്പഗോണ്ട അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പൊളിറ്റിക്സ് ഞാൻ അഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ രീതി ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അഡോൾഫ് ഹിറ്റ്ലർ. ഓക്കെ, നിങ്ങൾ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര മൂപ്പരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡ്രമ്മാണ്. നമ്മൾ ഈ നാട്ടിലൊക്കെ ഈ ചെണ്ട കൂട്ടുമ്പോൾ എന്താണ് ഒരു പതുക്കെ തുടങ്ങി വാമാക്കി ചൂടാക്കി ലാസ്റ്റ് തൊട്ട് നമ്മൾ അറിയാതെ നമ്മൾ തുള്ളിപ്പോവും. ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരന്റെ കമ്മ്യൂണിക്കേഷൻ. പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അഡോൾഫ് ഹിറ്റ്ലറിന്റെ പ്രസംഗമൊക്കെ ഭയങ്കര പവർഫുൾ ആണ്.
ഈ പറഞ്ഞ ഭയങ്കരം ഈ ഗസ്റ്റേഴ്സ് ഒക്കെ യൂസ് ഇങ്ങനെ ടാബ്ലറ്റിലൊക്കെ അടിച്ച് ഭയങ്കരം ഇങ്ങനെ കണ്ണൊക്കെ ചൂണ്ടി ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ആ ഒരു ഭാഗത്ത്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ വെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് പോസിബിൾ ലൈക്ക് ഇൻ നോയ്സി പ്ലേസ്. അല്ലെ നമുക്ക് ഭയങ്കര നോയ്സ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ മാക്സിമം നമ്മൾ ആക്ഷനിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, സംസാരിക്കുന്നത് ഇപ്പം കേൾക്കില്ല, കാരണം അത്രയും നോയ്സി ആയിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ട് എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണെന്ത് ആ ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ഓക്കെ, ഇനി എന്താണ് ഫോംസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട കുറച്ച് ഫോംസുകൾ ഉണ്ട്. ഓക്കെ, ഒന്നെന്താണ് ബോഡി ലാംഗ്വേജ് ആണ്, കൈനസിക്സ്. ഓക്കെ, കൈനസിക്സ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ബോഡി മൂവ്മെന്റ്സ് ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻ, ഗസ്റ്റേഴ്സ്, പോസ്ചർ ആൻഡ് ഐ കോണ്ടാക്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. ഓക്കെ, ഈ പറയുന്ന ബോഡി മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ഫേഷ്യൽ എക്സ്പ്രഷന്, ഗസ്റ്റർ, പോസ്ചർ, ഐ കോണ്ടാക്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇമോഷൻസും ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന നമ്മളെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ ഇതിന് വിളിക്കുന്ന പേരാണ് കൈനസിക്സ് കേട്ടോ. ബോഡി ലാംഗ്വേജ് അഥവാ കൈനസിക്സ് എഴുതി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടർ ആണ്. പിന്നെ എന്താണ് ഡിസ്റ്റൻസ്, പ്രോക്സമിക്സ്. ഓക്കെ, പ്രോക്സമിക്സ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഡ്യൂറിംഗ് ഇന്ററാക്ഷൻ. ഓക്കെ, നമ്മളെ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡിസ്റ്റൻസ് ചിലപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യില്ല, അത് പലതരത്തിൽ നമ്മൾ കീപ്പ് ചെയ്യും. ലൈക്ക് എന്താണ് ഈ പറയുന്ന ക്ലോസ് ആയിട്ടുള്ള ആളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തിരിക്കും, അല്ല അധികം കംഫർട്ട് അല്ലാത്ത ആളുകളോട് നമ്മൾ കുറച്ച് വിട്ടിരിക്കും. അപ്പൊ ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സോ അതാണ് ഈ പറയുന്ന പ്രോക്സമിക്സ് എന്നുള്ള ഒരു വേർഡ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ലെവൽ, കംഫർട്ട് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. ഞാനിപ്പോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എന്നിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഷീ ഈസ് ഷോക്കേസിംഗ് ദാറ്റ് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് യുനോ അടുത്തോട്ട് വരാൻ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ അടുക്കാൻ കംഫർട്ടബിൾ അല്ല. അപ്പൊ ഞാൻ അത് മനസ്സിലാക്കണം, ഷീ ഈസ് നോട്ട് കംഫർട്ട് വിത്ത് മീ, സോ ഐ നീഡ് ടു ഗെറ്റ് ഓഫ്. അതാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോക്സമിക്സ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വരുന്നതാണ് വോയിസ് അല്ലെങ്കിൽ പാരാ ലാംഗ്വേജ് എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കുക. പാരാ ലാംഗ്വേജ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ വോയിസ് ഫീച്ചേഴ്സ് ലൈക്ക് ടോൺ, പിച്ച്, സ്പീഡ് ആൻഡ് വോളിയം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഷോസ് ഇമോഷൻസ് ആൻഡ് മീനിങ് ബിയോണ്ട് ആക്ച്വൽ വേർഡ്സ്. ഓക്കെ, പാരാ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടോൺ, അതിന്റെ പിച്ച്, അതിന്റെ സ്പീഡ്, അതിന്റെ വോളിയം, ഇതൊക്കെ എന്താണ് പാരാ ലാംഗ്വേജിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന വോയിസ് അഥവാ പാരാ ലാംഗ്വേജ്. ഇത് നിങ്ങൾ എഴുതി വെക്കണം. പാരാ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടോൺ, പിച്ച്, സ്പീഡ്, വോളിയം പോലുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താണ് ടച്ച്. ടച്ച് എന്താണ് ഹാപ്റ്റിക്സ് എന്ന് പറയാം. ഓക്കെ, ഹാപ്റ്റിക്സ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഫിസിക്കൽ ടച്ച് ലൈക്ക് ഹാൻഡ് ഷേക്ക്, പാറ്റ് ഓർ ഹഗ്. അല്ലെ, നമ്മൾ ഹാൻഡ് ഷേക്ക് തരുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ആ വ്യക്തി സംസാരിക്കുമ്പോൾ നമ്മളൊരു കംഫർട്ട് ആണ് എന്നുള്ള കാണിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ടച്ചിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ് ഇറ്റ് എക്സ്പ്രസസ് കെയർ, സപ്പോർട്ട്, കൺട്രോൾ ഓർ എഫെക്ഷൻ ഡിപ്പെൻഡിങ് ഇൻ ദി സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിലൂടെ എന്താണ് ആ പുള്ളിക്കാരനെ നമ്മളോട് ഒരു സപ്പോർട്ട് തരുന്ന, അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, നമ്മളെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരു പോസിറ്റീവായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറി പറയുന്ന ടച്ച് അഥവാ ഹാപ്റ്റിക്സിന് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ PYQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ PYQs ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കറന്റ് പേപ്പർ 1ന്റെ കോഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമാണ് ഞാൻ യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പേപ്പറിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പേപ്പർ 1 കോർ ഫോക്കസ് നോക്കുന്ന എന്താ പറയാ ലൈക്ക് പേപ്പർ 2 അധികം ഫോക്കസ് ചെയ്യാതെ പേപ്പർ 1നാണ് പിന്നെ നമ്മുടെ എൻ്റെ ടീം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ MCQs, അതിന്റെ PYQs, അതിന്റെ സിലബസ് ക്രിയേഷൻ, അതിന്റെ അപ്ഡേറ്റഡ് നോട്ട്സ് ക്രിയേഷൻ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ടീം ഫോക്കസ് ചെയ്യുന്നത് പേപ്പർ 1ലേക്കാണ്, പേപ്പർ 2 അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർ 1 ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ ടു അവർ കോഴ്സ്. ഓക്കെ, അപ്പം കേരള ഓൺലി അക്കാഡമി മെയിൻലി ഫോക്കസ് ഓൺ ദ പേപ്പർ 1. പിന്നെ എന്താണ് PYQ ബേസ്ഡ് ക്ലാസ്സസ് ആണ്. നമ്മുടെ ക്ലാസ്സസ് മൊത്തം എന്താണ് PYQസിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണോ ചോദിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലും അവിടെ കൊടുക്കുന്നത്. പിന്നെ എന്താണ് PDF നോട്ട്സുകൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാ എൻ്റെ ടോപ്പിക്കിന്റെ ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 അങ്ങനെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നോട്ട്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. PDF നോട്ട്സിനെ കൊടുത്തിട്ട് നമുക്ക് എന്താണ് ഒരു ഷോർട്ട് നോട്ട്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറാണ്. നമ്മൾ പലപ്പോഴും മിസ് ഔട്ട് ആവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സുകൾ നമുക്ക് വേണം എപ്പോഴും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അതും നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി റിവിഷൻ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പിന്നെ വരുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ഹാബിറ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഹാബിറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടാസ്ക് നിങ്ങൾക്ക് തരും. അതായത് 3 ദിവസം കൊണ്ട് ഇത്ര ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ടു
മിസ് ഔട്ട് ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 തവണ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫൈൻ. 3-ാമത് തവണ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കോഴ്സ് ഫീ റീഫണ്ട് ചെയ്തിട്ട് നിങ്ങൾ ആ കോഴ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അതായത് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇറങ്ങാൻ റെഡി ആണ് എന്നുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. വെറുതെ കോഴ്സ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ആ കോഴ്സ് നോക്കി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയാണ്. ബിക്കോസ് ഹാബിറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എനിക്ക് ഞാൻ വളരെ എന്താ പറയാ നിർബന്ധമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 2 തവണ ഫൈൻ, 3-ാമത്തെ തവണ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് കൺസിസ്റ്റന്റ്, സോ വിൽ ക്യാൻസൽ ദി കോഴ്സ്. ഓക്കെ, അപ്പൊ ഹാബിറ്റ് ട്രാക്കിംഗ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഫോളോ ചെയ്തിട്ട് പോകാൻ താല്പര്യമുള്ള മാത്രം എന്ത് ചെയ്യുക, കോഴ്സ് എടുക്കുക. അതുപോലെ 100 മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ടോട്ടൽ 10 അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടെന്നല്ലോ ആ യൂണിറ്റ്സിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ എന്താണ് എല്ലാത്തിനും മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി 5 PYQs പ്രാക്ടീസസ്, ഇത് നമ്മുടെ കോഴ്സിന്റെ ഭാഗം കൂടിയാണ്. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് പേപ്പർ 1 ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് PYQ ഡിസ്കസ് ചെയ്യാം. എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് മോർ പവർഫുൾ ഇഫ് അക്കമ്പനീഡ് ബൈ നോൺ വെർബൽ മെസ്സേജസ്, റൈറ്റ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് മോർ പവർഫുൾ അല്ലെ. ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുകയാണ്. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ ഇങ്ങനെ പറയണം, അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ആണ്. അതിന് പകരം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്ലസ് മൈ ഗസ്റ്റർ അല്ലെ, മൈ ഹാൻഡ് മൂവ് ചെയ്ത് എന്റെ കണ്ണ് നിങ്ങളിലേക്ക് വരുന്നതും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആകുന്നപ്പോഴാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതിന്റെ കൂടെ ആഡ് അപ്പ് ചെയ്യുമ്പോഴാണ്, റൈറ്റ്? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, കറക്റ്റ് ആണ്, റൈറ്റ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് റിഫ്ലക്ട് പേഴ്സണൽ ഫീലിംഗ്സ്, ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പൊ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പേഴ്സണൽ ഫീലിംഗ്സും ഇമോഷൻസും ആറ്റിറ്റ്യൂഡ്സും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇല്ല എന്നാ പറയുന്നത്. ശരിയാണോ? ഒരിക്കലല്ല. കാരണം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനോട് നമ്മൾ ഒരു നല്ല രീതിയിൽ ഇരിക്കുകയാണ്, നമ്മളെ ഗസ്റ്റർ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, നമ്മളിങ്ങനെ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആറ്റിറ്റ്യൂഡ് കൃത്യം ഷോക്കേസ് ചെയ്യണം അല്ലെ. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ് സ്റ്റേറ്റ്മെന്റ് 2, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് റിഫ്ലക്ട് പേഴ്സണൽ ഫീലിംഗ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, തെറ്റാണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഓക്കെ, തേർഡ് ഓപ്ഷൻ ആണ് വരിക. ഓക്കെ, മനസ്സിലായല്ലോ, ക്ലിയർ ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അങ്ങനെ വലിയ കാരണം ഈ ഭാഗത്ത് നമുക്ക് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും, കാരണം നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പിന്നെ എന്താണ്, which of the following are the part of visual dimension of non-verbal communication? Non-verbal communication visual എന്ന് പറയുമ്പോൾ എന്താണ്, കാഴ്ചയിലൂടെ വിഷ്വൽ ഡയമെൻഷൻ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നോൺ വെർബൽ മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഫിസിക് അല്ലെ, നമ്മുടെ ഒരാൾ ഫിസിക് നോൺ വെർബൽ മെത്തേഡ് അല്ലേ, കാഴ്ചയിലൂടെ. ജെൻഡർ, സ്കിൻ കളർ, വോയിസ് വിഷ്വൽ ആണോ? അല്ല. വോയിസ് ഹിയറിംഗ് അല്ലേ, നമ്മൾ ഒരാളുടെ സോഫ്റ്റ് വോയിസ് എന്ന് പറയുമ്പോൾ കാഴ്ചയിലല്ല, നമ്മൾ കേൾവിയിലൂടെ വരുന്നത്. സിമ്പിൾ ലാംഗ്വേജ് എന്താണ്, കേൾവിയാണ്. അപ്പൊ അത് രണ്ടും വരില്ല. വിഷ്വൽ ആയിട്ട് നമ്മൾ ഒരാളുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഫിസിക്കും ജെൻഡറും സ്കിൻ കളറുമാണ്. ഓക്കെ, A, B and C. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ PYQ ആണ്. നോൺ വെർബൽ സിഗ്നൽസ് ആർ യൂസ് ടു എംഫസൈസ് ആൻഡ് സപ്പോർട്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നേരത്തെ ചോദിച്ചാൽ അതേ മെത്തേഡ് തന്നെയാണ്, ശരിയാണ്. നോൺ വെർബൽ സിഗ്നൽസ് ആർ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ആണല്ലോ അല്ലെ. നമ്മളിപ്പോ ഒരു നോയ്സി ആയിട്ടുള്ള സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ നോൺ വെർബൽ സിഗ്നൽസ്? ഓക്കെ, അപ്പൊ നോൺ വെർബൽ സിഗ്നൽസ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, അത് തെറ്റാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, സപ്പോർട്ട്. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, 2 തെറ്റാണ്. ഓക്കെ, ട്രൂ, 2 is false. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിന് ഈ ടോപ്പിക്സിൽ ഇനിയും ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇത് നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവർക്കും ഇത് എത്ര എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എല്ലാവർക്കും കിട്ടണം. അതിപ്പോൾ ഫീ പേ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിലും ഫീ പേ ചെയ്ത ആളാണെന്നുണ്ടെങ്കിലും താല്പര്യമുള്ള ആളുകൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡെയിലി 5 MCQs ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താവും, അവിടെ ബേസിക് ഫൗണ്ടേഷൻ ഒന്ന് റെഡി ആയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അത്രയും ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി MCQs. If you are doing daily MCQs, you know how the questions are going to ask, right? So that's all about today's session. So we'll see you on the next session. Till then, bye and thanks everyone.